ദേവപഞ്ചമി ഭാഗം 36. കുഞ്ഞ് ആര്യന്റെ തോളിൽ കിടക്കുന്നുണ്ടെങ്കിലും പുറകിൽ നിൽക്കുന്ന പഞ്ചമിയെ നോക്കി ചിരിക്കുന്നുണ്ട്. ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് നടന്നു. ആര്യന്റെ പുറകിലായി പഞ്ചമിയും നടന്നു. അനങ്ങാതെ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൻ പടികൾ ഇറങ്ങുന്നതിന്റെ ഭാഗത്തായി വച്ചിരിക്കുന്ന വാൾവിറലിലൂടെ കണ്ടു. ശബ്ദമില്ലാതെ സംസാരിച്ചുകൊണ്ട് തന്നെ പുറകെ വരുന്ന പഞ്ചമിയെ. കുഞ്ഞും കൈകൾ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് തോളിൽ കിടന്നുകൊണ്ട്. വെറുതെയല്ല കുഞ്ഞ് അനങ്ങാതെ കിടക്കുന്നത് എന്ന് അവന് മനസ്സിലായി. ഇതിപ്പോ 3 വർഷം കഴിയുമ്പോൾ രണ്ടുപേരും പിരിയേണ്ടി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തതും ഒരു ഞെട്ടലായിരുന്നു ആ സമയം ആര്യന്റെ മനസ്സിൽ. ആര്യന്റെ പുറകെ നടന്നു വരുന്ന പഞ്ചമിയെ കണ്ടതും വരദയും അനന്യയും നക്ഷത്രയും പരസ്പരം നോക്കി. ഇവള് ആര്യൻ സാർ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? ഭക്ഷണം കഴിക്കാതെ വരദ ചോദിച്ചു. ആണോ? നക്ഷത്രയും ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇവര് തമ്മിൽ എന്തോ ഉണ്ട് എന്ന്. ഇനി ഇവർക്ക് തമ്മിൽ പരസ്പരം മുന്നേ അറിയായിരുന്നോ? അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇവർ തമ്മിൽ അടുപ്പമുണ്ടാകുമോ? ഏട്ടത്തി ഏട്ടനെ അച്ചുവേട്ടൻ എന്ന് വിളിക്കുന്നു. ഏട്ടൻ ഷോപ്പിങ്ങിന് കൂടെ വരാമെന്ന് പറയുന്നു. ഏട്ടൻ വരുന്നത് വരെ ഏട്ടത്തി ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നു. അതുമാത്രമല്ല, ഏട്ടന് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്ന പതിവില്ല. വളരെ കാര്യമായ ആലോചനയിൽ നക്ഷത്രയും അനനിയും എല്ലാം പറയുമ്പോൾ വരദയിലും ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. ഇനി ഇവര് തമ്മില് ഞാൻ അറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ? വരദ ആലോചനയോടെ നിൽക്കുന്നത് കണ്ടതും ചേച്ചി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നക്ഷത്രയും വേദയും അനന്യയും അവളെ വിളിച്ചു. ഇനി ആരെ നോക്കിയാ നമ്മൾ നിൽക്കുന്നത്? വാ, ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി. ഇത്രയും നേരം കാത്തുനിന്ന നമ്മൾ ആരായി? ആ വാ, നമുക്കും പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ഡൈനിങ് ഹാളിൽ ആര്യനും പഞ്ചമിയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അങ്ങോട്ട് കടന്നു വരുന്നവരെ ആര്യൻ കാണുന്നത്. നിങ്ങൾ കഴിച്ചില്ലേ? ആര്യൻ ചോദിച്ചു. ഇല്ല ഏട്ടാ, ഞങ്ങളെ ഏട്ടത്തി കാത്തിരിക്കുകയായിരുന്നു. 4 പേരും കൂടി പഞ്ചമിയെ ഒന്ന് കോർപ്പിച്ചു നോക്കിയതും പെട്ടെന്ന് അവൾ മുഖം കുനിച്ചു. അത് കണ്ടതും ആര്യൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. ആര്യൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒന്നും പഞ്ചമിയോട് ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ഇരുന്നതും കുഞ്ഞ് പഞ്ചമിയുടെ അടുത്തേക്ക് തന്നെ വന്നു. കുഞ്ഞിനെയും വെച്ച് ഭക്ഷണം കഴിക്കുന്ന പഞ്ചമിയെ ആര്യൻ നോക്കി. കൈകൊണ്ട് അവൾ കഴിക്കുന്ന പാത്രത്തെ തട്ടിപ്പറിക്കാനും കൈയിടാനും എല്ലാം കുഞ്ഞു നോക്കുന്നുണ്ട്. അതിനൊന്നും സമ്മതിക്കാതെ ആ കുഞ്ഞി കൈ പിടിച്ചു വെച്ചുകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ആര്യൻ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് കുഞ്ഞിന്റെ വായിലേക്കും ഭക്ഷണം അവൾ വെച്ചു കൊടുത്തു. അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആര്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ആര്യൻ എഴുന്നേറ്റ് പോകാതെ ഇരിക്കുന്നത് കണ്ടതും നക്ഷത്രയും വേദികയും അനന്യയും എല്ലാം ശ്രദ്ധിച്ചു. ഇടയ്ക്ക് വേദികയുടെ കണ്ണുകളും പഞ്ചമിയെ തേടി ചെല്ലുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ആരെയും നോക്കാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയും കുഞ്ഞ് പാത്രത്തിൽ കൈയിടാതെ ശ്രദ്ധിച്ച് അവളും ഭക്ഷണം കഴിക്കുകയായിരുന്നു. പിന്നീട് അവളുടെ നോട്ടം ചെന്നത് ആര്യനിലായിരുന്നു. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പഞ്ചമിയിലേക്ക് പോകുന്നത് അവൾ ശ്രദ്ധിച്ചത്. അത് കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അടുത്തിരുന്ന അനന്യ അത് കാണുകയും അവൾ ഇടത് കൈകൊണ്ട് അവളുടെ കയ്യിൽ പതിയെ ഒന്ന് നുള്ളി. പെട്ടെന്നായതുകൊണ്ട് അവൾ ആ എന്ന് ശബ്ദമെടുത്തു. അവളുടെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ടം അവളുടെ നേരെയായി. എന്തുപറ്റി? ആര്യൻ അവളെ നോക്കുന്നത് കണ്ട് പഞ്ചമിയാണ് ചോദിച്ചത്. ഒന്നുമില്ല, ഒരു മുളക് കടിച്ചതാണ്, അവൾ പറഞ്ഞുകൊണ്ട് അടുത്തിരുന്ന അനന്യയെ നോക്കി. അവൾ കണ്ണുരുട്ടി കാണിച്ചതും വരദ പിന്നെ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. ആര്യൻ എഴുന്നേറ്റ് പോയതും പഞ്ചമി ഭക്ഷണം കഴിച്ചു കഴിയാൻ വേണ്ടി അവർ കാത്തിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞിന്റെ മുഖമെല്ലാം തുടച്ചുകൊണ്ട് നിൽക്കുന്ന പഞ്ചമിയുടെ അടുത്തേക്ക് വരദയും ആര്യന്റെ സഹോദരിമാരും ചെന്നു. അവർ അവളെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവരെ നോക്കി. ഏട്ടത്തിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഏട്ടനെ പരിചയമുണ്ടായിരുന്നോ? അനന്യ ചോദിച്ചു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത്, അവൾ പറഞ്ഞു. ഒരു പരിചയമില്ല? മുൻപ് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങള്? വീണ്ടും അടുത്ത ആളുടെ ചോദ്യം വന്നു. ഇല്ല, എന്താ കാര്യം? അവൾ എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾ തമ്മിൽ മുൻപരിചയമുള്ളതുപോലെ പെരുമാറുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അത് ഞങ്ങള് ഭാര്യയും ഭർത്താവല്ലേ, അപ്പൊ കുറച്ച് അടുപ്പം ഞങ്ങൾക്ക് ഉണ്ടാകില്ലേ? ആദ്യമായിട്ട് കാണുന്ന എത്രയോ ആളുകളോട് നമ്മൾ സംസാരിക്കുന്നു. സംസാരിച്ചല്ലേ നമ്മൾ ഓരോരുത്തരോടും അടുപ്പം കൂടുന്നത്, പഞ്ചമി പറഞ്ഞു. അത് ശരിയാണ്. എന്നാലും വീണ്ടും സംശയത്തോടെ 3 പേരും അവളെ നോക്കി. അവൾ കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങള് ഇവിടെ ഇരുന്ന് ആലോചിക്ക്, ഞാനും എന്റെ മോളും കൂടി ഒന്ന് കറങ്ങാൻ പോവാണ്, അല്ലേ നച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ വയറിൽ ഒന്ന് ചുംബിച്ചു. കുഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
എങ്ങോട്ടാ പോകുന്നത്? അമ്മയും മോളും കൂടി ഞങ്ങളെ കൂടി കൊണ്ടുപോവോ? വരദ ചോദിച്ചു. ഞങ്ങൾ ഗാർഡനിലേക്ക് പോവുകയാണ്. അവിടെ നല്ല കാറ്റുണ്ട്. എപ്പോഴും എൻ്റെ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് ശ്വാസം മുട്ടുകയല്ലേ. എന്നാ ഞങ്ങൾ കൂടി വരാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് ഗാർഡനിലേക്ക് ഇറങ്ങി. ഞാൻ ഇപ്പോ വരാം എന്ന് പറഞ്ഞ് അനന്യ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ട് ഒരു വലിയ കാർപ്പറ്റ് എടുത്തു കൊണ്ടുവന്നു. ഗാർഡനിൽ വലിയൊരു മരത്തിന്റെ താഴെയായി അവൾ കാർപ്പറ്റ് വിരിച്ചു. കുഞ്ഞിനെയും ഇരുത്തി എല്ലാവരും കൂടി ഇരുന്നു. അവരെല്ലാവരും കൂടി അവിടെ കളിച്ചിരിയുമായിട്ട് ഇരിക്കുന്നത് എല്ലാം ആര്യനും മുത്തശ്ശിയും അമ്മമാരും എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇതുപോലെയൊക്കെ. ഇത്രയും നാളും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും നച്ചുവിനെ നന്നായി തന്നെ പഞ്ചമി മോള് നോക്കുന്നുണ്ട് അല്ലേ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി ഒരു പെണ്ണ് ആര്യന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് തന്നെയായിരുന്നു. ഇനി അഥവാ വന്നാ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ചെറിയ കുട്ടിയാണ്, എന്നിട്ടും ഒരു അമ്മയെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെ പഞ്ചമി നോക്കുന്നുണ്ട്. ചെറിമയാണ് പറഞ്ഞത്. അത് കേട്ടതും ആര്യന്റെ അമ്മ അത് ശരിയാണ് എന്നുള്ള രീതിയിൽ തലയണക്കി. ആര്യൻ അന്ന് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ചോയ്സ് ആയിരുന്നു തെറ്റ്. അവൻ തിരഞ്ഞെടുത്തത് ശരിയാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നു. ആര്യന്റെ അമ്മ പറഞ്ഞുകൊണ്ട് നെടുവീർപ്പിട്ടു. അന്ന് ഉച്ചയ്ക്ക് വന്നതിൽ പിന്നെ ആര്യൻ പിന്നെ തിരിച്ച് ഓഫീസിലേക്ക് പോയില്ല. വീട്ടിൽ തന്നെ ഉള്ള ഓഫീസ് റൂമിലിരുന്നു അവൻ വർക്ക് ചെയ്തു. വൈകുന്നേരം ആയതും അവന് നല്ല തലവേദനയുണ്ടായിരുന്നു. കിച്ചണിൽ വിളിച്ച് അവൻ കോഫി ഓർഡർ ചെയ്തതും ആ സമയം തന്നെയാണ് അവന്റെ ഓഫീസ് റൂമിന്റെ ഡോറ് തുറന്ന് പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ഒരു കോഫി കപ്പുമായി അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ആര്യൻ അവളെയും കുഞ്ഞിനെയും ഒന്ന് നോക്കി. ആര്യനെ കണ്ടതും കുഞ്ഞ് ഒന്ന് കൈ നീട്ടിയതും ആര്യൻ കുഞ്ഞിനെ എടുക്കാനായിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റു. കുഞ്ഞിന്റെയും അവളുടെയും അടുത്തേക്ക് വന്നതും പെട്ടെന്ന് തന്നെ കുഞ്ഞ് അവളെ ചുറ്റിപ്പിടിച്ചു. കുഞ്ഞ് കളിക്കുന്നതാണ് എന്ന് മനസ്സിലായതും ആര്യനിലും പഞ്ചമിയിലും ഒരേ സമയം ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെയും അതുപോലെ തന്നെ കാണിക്കുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ പഞ്ചമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്തു. ആര്യനിൽ നിന്നുള്ള അങ്ങനെയൊരു നീക്കം പഞ്ചമിയും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ എടുക്കുന്നതോടൊപ്പം തന്നെ അവളും ആര്യനിലേക്ക് ചേർന്ന് പോയിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവന്റെ അടുത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് കുഞ്ഞിനെ നോക്കി. അവളെ നോക്കി നിന്ന ആര്യൻ അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടു. എങ്കിലും കാണാത്തതുപോലെ തന്നെ നിന്നു. കുഞ്ഞിനെ കളിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചു. അവർ അച്ഛനും മകളും തമ്മിൽ മറ്റൊരു ലോകത്താണ് എന്ന് മനസ്സിലായതും പഞ്ചമി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. താൻ വന്നതിൽ പിന്നെ അധികം സാറിന് കുഞ്ഞിന്റെ കൂടെ ഇടപഴകാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾ പതിയെ മാറിക്കൊടുത്തത്. അവൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുത്തശ്ശിയടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞെവിടെ മോളെ? മുത്തശ്ശി ചോദിച്ചു. അച്ചുവേട്ടൻ്റെ അടുത്തുണ്ട്, അവൾ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തായിട്ടുള്ള സോഫയിലിരുന്നു. അവൾ ഇരുന്നതും ആര്യന്റെ അമ്മ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു കോഫി കപ്പ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവളത് വാങ്ങി ചൂണ്ടോട് അടുപ്പിക്കാൻ പോയപ്പോഴാണ് ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. കുഞ്ഞി കൈകൾ കൊണ്ട് ആര്യന്റെ കവിളിലെല്ലാം പിടിക്കുന്നുണ്ട്. ആര്യൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും പഞ്ചമിയും സഹോദരിമാരും വരദയും എഴുന്നേറ്റു. ആര്യൻ വന്ന് മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ഇരുന്നു. കുഞ്ഞിനെ മടിയിൽ വെച്ചു. എന്നാൽ മോള് പഞ്ചമിയെ കണ്ടതും പഞ്ചമിയുടെ അടുത്തേക്ക് പോകാനായി കൈ നീട്ടാനായി തുടങ്ങിയതും പഞ്ചമി കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് അവിടെ വെച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്തു. അവൾ കുഞ്ഞിനെ എടുത്തതും കുഞ്ഞ് അവളുടെ തോളിലേക്ക് കിടന്നു. ഉറങ്ങാനുള്ള പോക്കാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഗാർഡനിലിരുന്ന് കളിച്ചും ചിരിച്ചും സമയം പോയതുകൊണ്ട് കുഞ്ഞ് ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കുഞ്ഞിനെ തോളത്ത് കിടത്തിക്കൊണ്ട് നടക്കാൻ പോയതും ദേവ ആര്യൻ വിളിച്ചതും അവൾ നിന്നു. ഇവിടെ ഇരിക്കെ, എനിക്ക് ദേവയോടും കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആര്യൻ പറഞ്ഞതും അവൾ സോഫയിൽ വന്ന് ഇരുന്നു. മുത്തശ്ശി, മോളുടെ പിറന്നാളിന്റെ കാര്യം അമ്പലത്തിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അന്ന് 3 ദിവസം ഞാൻ അവിടെ വരുന്ന എല്ലാവർക്കും അന്നദാനം പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ദിവസമാണ് കുഞ്ഞിന്റെ ജന്മനാൾ വരുന്നത്. അന്ന് നമ്മൾ എല്ലാവരും കൂടി അന്നത്തെ ദിവസം ഒരുമിച്ച് അമ്പലത്തിൽ ചെന്ന് എല്ലാവർക്കും നമ്മുടെ കൈകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അതുകൂടാതെ ഇവിടെ അടുത്തുള്ള 3 ഓർഫനേജിലേക്ക് ഭക്ഷണം 3 നേരവും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതും കൊടുക്കുന്നുണ്ട്. പിന്നെ 4 പെൺകുട്ടികളുടെ വിവാഹവും നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കുഞ്ഞിന്റെ ജനിച്ച ദിവസമാണ് നോക്കുന്നത് എന്നത് കൊണ്ടാണ് പിറന്ന നാള് വരുമ്പോൾ ഉള്ള ദിവസമാണ് നോക്കിയത്. അപ്പോൾ പിന്നെ പിറന്നാളിന്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കണ്ടല്ലോ? ആര്യൻ ചോദിച്ചു. വേണ്ട, അന്ന് നിങ്ങൾ അമ്പലത്തിലേക്ക് ഒന്ന് വന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓർഫനേജിലും വിവാഹം നടക്കുന്ന സ്ഥലത്തും അത് നമ്മുടെ കുഞ്ഞിന്റെ പിറന്നാളിന് അന്നാണ്. അന്ന് നീ വന്നാൽ മതി.
ബാക്കി 2 ദിവസവും ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കോളാം, മുത്തശ്ശി പറഞ്ഞു. എന്നാൽ പിന്നെ ബർത്ത്ഡേയുടെ കാര്യം ഞാൻ പറയാം. അന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ഓഫീസിലെയും സ്റ്റാഫുകളുടെയും അവരുടെ ഫാമിലി, ബിസിനസ് പാർട്ട്നേഴ്സ്, റിലേറ്റീവ്സ്, ഞങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറയണം. ആർക്കൊക്കെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിളിക്കാം. അതിന് ഞാൻ ഒരു എതിർപ്പും പറയില്ല. മോളുടെ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ കാർഡ് നാളെ എത്തും. എല്ലാവർക്കും വേണ്ടത് ആവശ്യത്തിനെടുക്കാം. പിന്നെ പഞ്ചമി, ഇപ്പോൾ അമ്പാട്ട് എക്സ്പോർട്ട് പുലിക്കാട്ടിൽക്കാരുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അമ്പാട്ട് എക്സ്പോർട്ടിൽ നിന്നുള്ള ഓഫീസിലെ സ്റ്റാഫ്, ബിസിനസ് ഫ്രണ്ട്സ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയുഷിനോട്. അതുപോലെ തനിക്ക് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ആദിനാരായണന്റെ ഫാമിലിയെ വിളിക്കണം. തന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവർക്ക് ഇപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ അവർ വരാൻ സാധ്യതയുണ്ട്. എന്നാലും താൻ തന്നെ ഇൻവൈറ്റ് ചെയ്യണം അവരെ. അല്ലെങ്കിൽ നേരിട്ട് പോയി വിളിക്കണം. എങ്കിൽ നമുക്ക് 2 പേർക്കും കൂടി പോകാം. ഇപ്പോൾ അവർ താമസിക്കുന്നത് ഇവിടെയാണ്. ആര്യൻ പറഞ്ഞതും ഇവിടെയാണ് താമസം? അവൾ കണ്ണുകൾ ഉയർത്തി ചോദിച്ചത് കേട്ടതും ആര്യൻ അവളെ തന്നെ നോക്കി നിന്നു. എന്നാ നാളെ നമുക്ക് വൈകിട്ട് നേരിട്ട് ക്ഷണിക്കാം, ആര്യൻ പറഞ്ഞു. വല്യേട്ടാ, എവിടെ വെച്ച ഫംഗ്ഷൻ നടക്കുന്നത്? അനന്യ ചോദിച്ചു. PK കൺവെൻഷൻ സെന്ററിൽ വെച്ച്, ആര്യൻ പറഞ്ഞു. നാളത്തെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകാം. കുഞ്ഞിനുള്ള വസ്ത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ആര്യൻ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പോ ആരൊക്കെയാണ് വിളിക്കുന്നത് എന്ന് എല്ലാവരും കൂടി വൈകുന്നേരം വരുമ്പോൾ ആലോചിക്കുക. എന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എത്തിക്കേണ്ടവർക്ക് എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. മുത്തശ്ശി പോകുന്നത് കണ്ടതും പഞ്ചമി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. അപ്പോഴേക്കും മോള് തോളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. കുഞ്ഞ് ഉറങ്ങിയല്ലോ മോളെ, എന്നാ ഇവിടെ കിടത്ത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ബെഡിന്റെ അറ്റം കാണിച്ചു കൊടുത്തതും പഞ്ചമി കുഞ്ഞിനെ അവിടെ കിടത്തി. കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരുന്ന് പതിയെ തട്ടിക്കൊടുത്തു. മുത്തശ്ശിക്കുള്ള മെഡിസിനൊക്കെ കൊടുത്തിട്ടായിരുന്നു അവൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയത്. നാളെ ചെക്കപ്പിന് പോണം മുത്തശ്ശി, മറക്കരുത്. നാളെ രാവിലെ തന്നെ ഞാൻ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, പഞ്ചമി പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡോക്ടറെ കാണാൻ ചെല്ലാം. അതിന് അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നില്ല, മുത്തശ്ശി പറഞ്ഞു. അതെനിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. പുലിക്കാട്ടിൽ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവര് പറഞ്ഞു എപ്പോഴാണെന്ന് വെച്ചാൽ വന്നാൽ മതിയെന്ന്. ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അച്ചുവേട്ടനെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. തിരക്കാണെങ്കിൽ ഞാൻ വന്നാ പോരെ മുത്തശ്ശിയുടെ കൂടെ, അവൾ ചോദിച്ചു. രാവിലെ 10 മണിക്ക് പോകാം. അവിടെ ആര്യന്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഡോറിനടുത്ത് നിൽക്കുന്ന ആര്യനെ കണ്ടതും അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും ആര്യൻ അകത്തേക്ക് കയറി വന്നു. മുത്തശ്ശിയുടെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മറന്നുപോയാൽ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കടമയുണ്ട് നിനക്ക്. മുത്തശ്ശിയുടെ എല്ലാ കാര്യത്തിനും ഞാൻ ഇവിടെയുണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും, ആര്യൻ പറഞ്ഞു. മുത്തശ്ശി പഞ്ചമിയെ നോക്കി കാണായിരുന്നു. ആര്യന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ മാറ്റം പേടിയാണോ അല്ലെങ്കിൽ എന്താണ് എന്ന് മനസ്സിലാവാത്തൊരു ഭാവം. ആര്യ, നീ ഇവിടെ ഇരിക്കെ, മുത്തശ്ശി പറഞ്ഞതും ആര്യൻ മുത്തശ്ശിയുടെ അടുത്ത് തന്നെയുള്ള സോഫയിലായിട്ട് ഇരുന്നു. കുഞ്ഞിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ബ്രഹ്മ ഗ്രൂപ്പിനെ അറിയിക്കണ്ടേ, മുത്തശ്ശി ചോദിച്ചു. അറിയിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടല്ല, എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ ഒരു സ്ത്രീ ആയിട്ടുമല്ല. ബിസിനസ്സിലെ ശത്രുക്കൾ ഉണ്ടെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ ശത്രുത കാണിക്കാറില്ലല്ലോ, എല്ലാവരെയും വിളിക്കാറില്ലേ, അങ്ങനെ മാത്രം, ആര്യൻ പറഞ്ഞു. ഇനി ആര്യ, അന്ന് അരുന്ധതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, മുത്തശ്ശി ചെറിയൊരു ടെൻഷനോടെയാണ് ചോദിച്ചത്. എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? എന്താ മുത്തശ്ശി ഉദ്ദേശിക്കുന്നത്? അവൾ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിൽ യാതൊരു അധികാരവും അവൾക്കില്ല. അത് ഞാൻ പറഞ്ഞതല്ല, അവൾ തന്നെ പറഞ്ഞതാണ്. എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നതാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമായിട്ട് അവൾക്കോ എൻ്റെ കുഞ്ഞിന് അവളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല, ഉണ്ടായിരിക്കുകയില്ല. അവളുടെ സ്വത്തിനും എൻ്റെ കുഞ്ഞിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. അങ്ങനെ അവൾ തന്നെ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശി ഒന്നും ഓർത്തും ടെൻഷൻ ആവണ്ട, ആര്യൻ പറഞ്ഞു. പിന്നെയും മുത്തശ്ശി ആര്യനുമായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു. നല്ലൊരു കേൾവിക്കാരിയെ പോലെ പഞ്ചമിയും അവിടെ ഇരുന്നു, കുഞ്ഞിനെ പതിയെ തട്ടി ഉറക്കിക്കൊണ്ട്. അന്ന് രാത്രിയും ഭക്ഷണം കഴിച്ച് പഞ്ചമി കുഞ്ഞിനെ കൊണ്ട് റൂമിലേക്ക് പോയി. ആര്യൻ അപ്പോഴും റൂമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പഞ്ചമിയും കുഞ്ഞും ഉറങ്ങിയതിനു ശേഷമാണ് അവൻ റൂമിലേക്ക് വന്നത്. രണ്ടുപേരും നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും
അതുപോലെ കുഞ്ഞിന്റെ അടുത്തേക്ക് അവൻ ചേർന്ന് കിടന്നു. ഇപ്പൊ കുഞ്ഞിന്റെ അടുത്തേക്ക് ചേർന്ന് കിടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് പഞ്ചമിയും കിടക്കുന്നത്. അതുകൊണ്ട് അവളിൽ നിന്നും വരുന്ന അവൾ ഉപയോഗിക്കുന്ന ബോഡി വാഷിന്റെയോ ഷാംപൂവിന്റെയോ കണ്ടീഷണറിന്റെയോ എല്ലാം ഒരു പ്രത്യേക മണമുണ്ട്. പഞ്ചമി ഈ റൂമിലേക്ക് വന്ന് കിടക്കാൻ തുടങ്ങിയതിൽ പിന്നെ ആ മണവും അറിഞ്ഞുകൊണ്ടാണ് താനും ഉറങ്ങുന്നത് എന്ന് അവൻ ഓർത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഇലക്ഷൻ അല്ലായിരുന്നോ? കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.